ലോകത്തേറ്റവും വലിയ ഔലിയാക്കൾ കിടക്കുന്ന ഉഹുദീങ്ങളുടെ കബറ് ആരാ കെട്ടിപ്പൊക്കിയത്? ലോകത്തേറ്റവും വലിയ ഔലിയാക്കൾ കിടക്കുന്ന ബദരീങ്ങളുടെ കബറ് ആരാ കെട്ടിപ്പൊക്കിയത്? ഇന്നും മക്കയിൽ മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സഹാബാക്കളിൽപ്പെട്ടവര്, റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബത്തിൽപ്പെട്ടവര്, ഖദീജ റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സഹാബത്തിൽപ്പെട്ട അബൂ മുസൽ അശ്അരി, അബൂ ഹുറൈറ അടക്കമുള്ള നിരവധി സഹാബത്തിന്റെ കബറ് ഇന്നും ബഖീഉൽ അർഖദ് എന്ന് വിളിപ്പേരുള്ള കബറിന്റെ തായ്വരയാക്കപ്പെട്ട മദീന പള്ളിയോട് ചേർന്ന് നിർമ്മിച്ച ആ കബറിടങ്ങളിൽ ലോകം കണ്ട ഏറ്റവും നല്ല ഔലിയാക്കൾ കിടക്കുന്ന ആ മണ്ണിൽ ഒരു കബറും ഇന്ന് വരെ കെട്ടിപ്പൊക്കാൻ ലോകത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ അതാണ് അള്ളാന്റെ തിരുദൂതൻ ലോകത്തിന് കൊടുത്ത വാക്ക്. മനുഷ്യരെ, നിങ്ങളെ ചൂഷണം ചെയ്യുന്ന, നിങ്ങളെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്ന ജാറമക്കബ്ര വ്യവസായികൾക്ക് മുൻപിൽ നെഞ്ചും വിരിച്ച് പറയാൻ പറ്റണം, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെങ്കിൽ, ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ പ്രാർത്ഥന റബ്ബിനോടാ, എന്റെ തേട്ടം റബ്ബിനോടാ, എന്റെ സഹായം റബ്ബിനോടാ. ആ റബ്ബിലല്ലാത്തതൊന്നും എനിക്ക് ഈ ലോകത്ത് കിട്ടാനില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ ഔതൈത വലാ മുഅതി ലിമാ മനഅത. റബ്ബ് തീരുമാനിച്ചാൽ എനിക്കത് കിട്ടും, റബ്ബ് തടഞ്ഞാൽ ലോകത്തൊരാൾക്കും എനിക്കത് എത്തിച്ചു തരാൻ പറ്റില്ല എന്ന ആ റബ്ബിന്റെ വാക്ക്, റസൂലുള്ളാന്റെ വാക്ക്, അത് നെഞ്ചോട് ചേർത്താൽ, ഹൃദയത്തോട് ചേർത്താൽ, നാളെ മണ്ണ് കിടക്കുന്ന സമയത്ത് അള്ളാന്റെ മലക്കുകൾ ചോദിക്കും, മൻ റബ്ബുക, നിന്റെ രക്ഷിതാവാരാ? അന്ന് പറയാം, നെഞ്ചു വിരിച്ചു പറയാം, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്.